കേരളത്തിൽ സോഷ്യൽ മീഡിയയിലെ ഏറ്റവും ട്രെൻഡിങ് ആർട്ടിസ്റ്റ് ഇപ്പോൾ ആരാണെന്ന് ചോദിച്ചാൽ അതിനുത്തരം രേണു സുധി എന്ന പേരാണ്. അത് പക്ഷേ കണ്ടന്റ് കൊണ്ട് മാത്രമല്ല, രേണു സുധി നേരിട്ട സൈബർ ആക്രമണങ്ങൾ കൊണ്ടും അത് ഏത് തരത്തിലാണ് രേണു അതിനെ നേരിട്ടത് എന്ന നിലപാട് കൊണ്ടുകൂടിയാണ്. മിംക്രി താരവും സിനിമ ആർട്ടിസ്റ്റുമായിരുന്ന കൊല്ലം സുധിയുടെ 2ാം ചരമവാർഷികത്തിന്റെ അന്ന് രേണു സുധിയാണ് ഇത്തവണ. നിങ്ങളിത് കണ്ടോ ഗൈസ്? നിങ്ങളിത് കണ്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് കാണണം. ന്യൂസ് ചാനൽ വരെ ഇപ്പൊ രേണു സുധി ചേച്ചിയെ വെച്ചിട്ടാണ് ഇന്റർവ്യൂ ചെയ്യുന്നത്. അവിടെ വരെ രേണു സുധി എന്ന് പറയുന്ന യുവതിയുടെ പബ്ലിസിറ്റി എത്തിക്കഴിഞ്ഞു. ഒരു കാര്യം സമ്മതിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. ഇപ്പൊ നമ്മുടെ കേരളത്തിലെ നമ്പർ 1 കോണ്ടന്റ് പ്രൊവൈഡർ ആരാണെന്ന് അറിയാമോ? അത് രേണു സുധിയാണ്. നമ്മുടെ കോണ്ടന്റ് ക്വീൻ എന്ന് പറയുന്ന അവാർഡ് നമുക്ക് രേണു സുധിക്ക് കൊടുക്കാം. 2024-25 ആ ഒരു വർഷത്തിലെ കോണ്ടന്റ് ക്വീൻ ഓഫ് ദ അവാർഡ് ഗോസ് ടു രേണു സുധി. സത്യമാണ്. ഇപ്പൊ കൊടുക്കുന്ന ഏറ്റവും കൂടുതൽ കണ്ടന്റ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സോഷ്യൽ മീഡിയ താരം, വൈറലായിട്ട് നിൽക്കുന്ന ഒരു സോഷ്യൽ മീഡിയ താരം രേണു സുധിയാണ്. ഏറ്റവും കൂടുതൽ തവണ വൈറലായി നിന്ന്, അത് ഈ ഒരു വൈറലാകുന്നതിൽ അങ്ങോട്ടൊരു കുറവ് സംഭവിക്കുന്നില്ല, അങ്ങോട്ട് കൂടുന്നതല്ലാതെ ഒരു കുറവ് സംഭവിക്കുന്നില്ല. രേണു സുധിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന നെഗറ്റീവ് പബ്ലിസിറ്റിക്ക് ഒരു കുറവ് സംഭവിക്കാതെ ഇങ്ങനെ ഗ്രാഫ് മുകളിലോട്ട് ഉയർന്നുയർന്നു പൊക്കോണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ഏറ്റവും കൂടുതൽ ഇന്റർവ്യൂ ചെയ്തിട്ടുള്ള സോഷ്യൽ മീഡിയ താരവും ഒരുപക്ഷെ രേണു സുധി ആയിരിക്കും. എത്ര ഇന്റർവ്യൂ ആണ്! ഏറ്റവും കൂടുതൽ ആൽബം ചെയ്തിട്ടുള്ള സോഷ്യൽ മീഡിയ താരവും ഇനി രേണു സുധിയാണ്. ഈ റെക്കോർഡൊക്കെ രേണു സുധി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഏതായാലും നമുക്ക് ഈ ചാനലിൽ എന്താണ് ഇന്റർവ്യൂ കൊടുത്തത് എന്ന് നമുക്ക് നോക്കാം. 1-2 ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നമുക്ക് നോക്കാം. എന്ന് നമ്മൾ പുറത്തുനിന്ന് മീഡിയ എന്ന് നോക്കുന്നു, അത് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ അങ്ങോട്ട് വൈറലാവുക എന്ന് പറയുന്നത്, അത് രേണുവിനെ സംബന്ധിച്ചിടത്തോളം അത് അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ അങ്ങനെ ട്രെൻഡിങ് ആയി സ്വയം അങ്ങനെ തോന്നുന്നുണ്ട്. കാരണം വൈറലാകാന്ന് പറഞ്ഞ ഒരു മാക്സിമം കുറച്ച് ദിവസം അല്ലെ, അത് കഴിഞ്ഞ് പിന്നെ ആ ട്രെൻഡ് കഴിഞ്ഞ് അടുത്ത ആള് വരും. ഇത് വെച്ചാല് ഒരു റീല് ചെയ്തതിനെ തുടർന്ന് ദാസന കോഴിക്കോടായിട്ട് ചാന്തുകുടഞ്ഞൊരു സൂര്യൻ അതൊന്ന് ചെയ്യുന്നത് ഞാൻ കണ്ടത് ഔട്ട് പറഞ്ഞു. പിന്നെ വൈറലായോ എയറിലാണോ ഒന്നും അറിയില്ല. അതുപോലെ തന്നെ ഇന്നേ നിമിഷം വരെ ഇങ്ങനെ ഓരോ ആരോപണങ്ങളും അതും ഇതും എന്താ പറയാ റിയാക്ഷൻ വീഡിയോസ് ആയിട്ടും എല്ലാം രേണു സുധി എന്ന് പറയുന്നൊരു കണ്ടന്റ് അല്ലെങ്കിൽ ഒരു സബ്ജക്ട് യൂട്യൂബിൽ എവിടെയാണോ ഒരു ഇൻസ്റ്റാഗ്രാം തുടങ്ങാൻ എല്ലാം അറിയാമായിട്ടും ഒന്നും അറിയാത്തതുപോലെ ഈ ഒരു അഭിനയം ഉണ്ടല്ലോ, അതാണ് രേണു സുധിയുടെ ഹൈലൈറ്റ്. എല്ലാം അറിയാം, രേണു സുധിക്ക് അറിയാം എന്താണ് നടക്കുന്നത്, എന്താണ് ഇപ്പൊ സൊസൈറ്റിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, എന്തുകൊണ്ടാണ് താൻ വൈറലായി നിൽക്കുന്നത് എന്നുള്ളതിനൊക്കെയുള്ള ആൻസർ രേണു സുധിയുടെ കയ്യിലുണ്ട്. പക്ഷെ എന്നിട്ടും ഒന്നും അറിയാത്തതുപോലെയുള്ള ഒരു അഭിനയം ഉണ്ടല്ലോ. രേണു സുധി പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്, ഞാൻ ആൽബത്തിലും ഷോർട്ട് ഫിലിമിലും ഒക്കെ അഭിനയിക്കും, പക്ഷെ ജീവിതത്തിൽ അഭിനയിക്കാറില്ല. അതിലൊരു തിരുത്തുണ്ട്. രേണു സുധി ആൽബത്തിലും ഷോർട്ട് ഫിലിമിലും ഒന്നും നന്നായിട്ട് അഭിനയിക്കാറില്ല. അത് പലർക്കും കോക്രി ആയിട്ടാണ് തോന്നാറുള്ളത്, കോപ്രായമായിട്ടാണ് തോന്നാറുള്ളത്. എന്നാൽ രേണു സുധി നല്ല വൃത്തിയായിട്ട് ജീവിതത്തിൽ അഭിനയിക്കുന്നുണ്ട്. ആ ഒരു ഇത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ രേണു സുധിക്ക് അഭിനയിക്കാൻ അറിയാം. ആൽബത്തിലും ഷോർട്ട് ഫിലിമിലും ഒന്നും അഭിനയിക്കാൻ അറിയത്തില്ല, പക്ഷെ ജീവിതത്തിൽ നല്ല വൃത്തിയായിട്ട് രേണു സുധിക്ക് അഭിനയിക്കാൻ അറിയാം. അതിനൊരു ഉദാഹരണമാണ് ഇപ്പൊ കാണിച്ചേക്കുന്നത്. അതായത്, ഞാൻ എങ്ങനെയാണ് ഇത്രയും വൈറലായി നിൽക്കുന്നത് എന്നുള്ളത് എനിക്ക് അറിയത്തില്ലേ രേണു സുധി? അതിനുള്ള ഇൻപുട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത് രേണു സുധി തന്നെയാണ്. നമ്മൾ പറയാറില്ലേ, നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനുള്ള ഔട്ട്പുട്ടാണ് നമുക്ക് തിരിച്ചു കിട്ടുന്നത് എന്ന്. രേണു സുധിക്ക് അറിയാം നെഗറ്റീവ് പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ഇൻപുട്ട് കൊടുക്കണമെന്ന് ഇപ്പൊ നല്ല വൃത്തിയായിട്ട് അറിയാം. ആദ്യമൊക്കെ അറിവില്ലായിരുന്നു, പക്ഷെ ഇപ്പൊ നല്ല വൃത്തിയായിട്ട് അറിയാം. അപ്പോൾ നെഗറ്റീവ് പബ്ലിസിറ്റി ഇങ്ങനെ കൂടാൻ വേണ്ടിയിട്ടുള്ള ഇൻപുട്ടൊക്കെ തന്നെ രേണു സുധി കൊടുക്കുന്നുണ്ട്. ഇന്റർവ്യൂ ആയിട്ടും ആൽബമായിട്ടും ഷോർട്ട് ഫിലിമായിട്ടും റീലുകളായിട്ടും ഒക്കെ രേണു സുധി നെഗറ്റീവ് പബ്ലിസിറ്റി കിട്ടേണ്ട രീതിയിലുള്ള ഇൻപുട്ട് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് രേണു സുധി വൈറലായി നിൽക്കുന്നത്. അല്ലാതെ ആരും മനഃപൂർവ്വം രേണു സുധി എടുത്ത് വൈറലാക്കിയതല്ല. രേണു സുധി കാരണമാണ് രേണു സുധി വൈറലായിട്ട് നിൽക്കുന്നത്. ഇതൊന്നും അറിയത്തില്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. രേണു സുധിയാണ് ഇതിനകത്ത് കൂടുതലാവുന്നത്. അത് ശരിക്കും അത് സുഖമുള്ള കാര്യമാണ്. സുഖമുള്ള കാര്യമാണെന്ന് വെച്ചാൽ നല്ല കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും മനസ്സിന് സുഖം തരുന്ന കാര്യങ്ങൾ. പക്ഷെ നമ്മൾ മനസ്സിൽ പോലും കാണാത്ത ചിന്തിക്കാത്ത കുറെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് ഭയങ്കര സത്യമല്ലെന്ന് നമുക്കും അറിയാം, എഴുതുന്നവർക്കും എഴുതി പിടിപ്പിക്കുന്നവർക്കും അറിയാം. പക്ഷെ അതൊക്കെ കാണുമ്പോൾ നമ്മൾ ഓർക്കും ഇതെന്താ സംഭവം, ഈ ഒരാളെ ഉള്ളോ ഈ സോഷ്യൽ മീഡിയക്കകത്തോ അല്ലെങ്കിൽ ഇങ്ങനെ കണ്ടന്റ് വരാൻ ഈ രേണു സുധി മാത്രമേ ഉള്ളോ എന്ന് ഞാൻ ചിന്തിക്കും. വേറെ എത്രയോ ആൾക്കാരുണ്ട്, അവർക്കാർക്കും ഈ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. ആദ്യം വല്ലാതെ ഒന്ന് വിഷമിക്കുകയൊക്കെ ചെയ്തിട്ട് പിന്നീട് വല്ലാതെ ഇതങ്ങ് ഫേസ് ചെയ്യാം എന്ന് തീരുമാനിക്കും. ബോൾഡായിട്ട് മറുപടി പറയാം. പിന്നെ ആ മറുപടികളുടെ ഒരു ബഹളമായിരുന്നു. അങ്ങനെ ഒരു അല്ല, നമ്മൾ കുറെ നെഗറ്റീവ് നോക്കുന്ന എല്ലാം നെഗറ്റീവ്സ് ആണ്. നെഗറ്റീവ്സ് ഞാൻ ഓരോ കാര്യത്തിൽ പറയുന്നത് നെഗറ്റീവ്സ് എല്ലാം എനിക്ക് ഓരോ അവാർഡ് പോലെ അല്ലെങ്കിൽ പൂമാല പോലെയാണെന്ന് പറയുന്നത് സത്യമാണ്. കാരണം അത് എന്താ, ഇതൊരു സുഖമുള്ള പരിപാടിയാണോ എന്ന് ആങ്കർ ചോദിക്കുന്നുണ്ട്. സത്യത്തിൽ ഇതൊരു സുഖമുള്ള പരിപാടിയല്ലേ?
ഒന്നും ചെയ്യണ്ട, കുറച്ച് നെഗറ്റീവ് പബ്ലിസിറ്റി ക്രിയേറ്റ് ചെയ്ത് കൊടുത്താൽ മതി, ബാക്കിയുള്ള അവസരങ്ങളെല്ലാം വഴിയേ വന്നോളും. ഇപ്പൊ ഇങ്ങനെയുള്ള നെഗറ്റീവ് പബ്ലിസിറ്റി രേണുവായിട്ട് ക്രിയേറ്റ് ചെയ്ത് ഉണ്ടാക്കിയെടുത്തതല്ലേ രേണുവിന്റെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം. എന്തുമാത്രം ഇന്റർവ്യൂ കിട്ടി, എന്തുമാത്രം ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കാൻ പറ്റി, എത്ര ആൽബങ്ങളാണ് പുറത്തിറങ്ങുന്നത്. ഈ ഒരു മാസത്തിനിടയിൽ തന്നെ എത്ര ആൽബങ്ങളാണ് രേണുസുധിയുടെ പുറത്തിറങ്ങിയത്. ഏതാണ്ട് 4-5 എങ്ങാണ്ട് പുറത്തിറങ്ങി, ഷോർട്ട് ഫിലിമും ആൽബവും എല്ലാം കൂടി ചേർത്ത്. അത് പോരാഞ്ഞിട്ട് എത്ര ഇന്റർവ്യൂ ആണ്. ഒരു പർട്ടിക്കുലർ ഓൺലൈൻ ഇന്റർവ്യൂ ചാനൽ ഇവരുടെ ഇന്റർവ്യൂ മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പൊ ഇത്രയും ഇന്റർവ്യൂ ഒക്കെ ചെയ്യാൻ കിട്ടിയ അവസരം, ഇപ്പൊ News 18-ൽ അവസരം കിട്ടി ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് മാത്രമല്ല, ഇനിയിപ്പോ ബിഗ് ബോസിലേക്കും അവസരം കിട്ടാൻ വേണ്ടിയിട്ട് പോവാണ്. കാരണം കേരളത്തിലെ നമ്പർ 1 കോണ്ടന്റ് പ്രൊവൈഡർ ആണല്ലോ. അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ട് മോസ്റ്റ് പ്രോബബിലി മറ്റാരേക്കാളിലും ബിഗ് ബോസിൽ വരാനുള്ള സാധ്യതയുള്ളത് ആർക്കാണ്? രേണുസുധിക്കാണ്. കാരണം ഏറ്റവും കൂടുതൽ വിവാദങ്ങൾ സൃഷ്ടിക്കാൻ കഴിവുള്ള വ്യക്തികളെയാണ് ബിഗ് ബോസിലേക്ക് എടുക്കുന്നത്. അതിനകത്ത് കൊണ്ടിട്ട് കുറെ വിവാദങ്ങൾ സൃഷ്ടിച്ച് വലിയ രീതിയിലുള്ള ചർച്ചയൊക്കെ ആക്കണമല്ലോ. അതുകൊണ്ട് അതിലേക്കും പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ ഇത്രയൊക്കെ ഓപ്പർച്യൂണിറ്റീസ് രേണുസുധിക്ക് കിട്ടിയത് എന്തുകൊണ്ടാണ്? രേണുസുധിയുടെ നെഗറ്റീവ് പബ്ലിസിറ്റി കൊണ്ടാണ്. അപ്പൊ രേണുവായിട്ട് തന്നെ നെഗറ്റീവ് പബ്ലിസിറ്റി യൂട്ടിലൈസ് ചെയ്യുന്നു. എന്നിട്ട് വന്നിരുന്ന് പറയുവാണ്, എന്നെ എല്ലാവരും നെഗറ്റീവ് പറയുന്നു, എന്നെ എല്ലാവരും നെഗറ്റീവ് പറയുന്നു. എന്തുകൊണ്ടാണ് രേണുവിനെ എല്ലാവരും നെഗറ്റീവ് പറയുന്നത്? ഇപ്പോഴും രേണുവിന് അത് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു മനസ്സിലാക്കി തരാം. എന്തുകൊണ്ടാണ് രേണുവിനെ എല്ലാവരും നെഗറ്റീവ് പറയുന്നത്? നെഗറ്റീവ് പറയുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് രേണു കാണിക്കുന്നത്. രേണു പറയുന്നു, ഞാൻ ആകപ്പാടെ ചെയ്യുന്നത് ആൽബത്തിൽ അഭിനയിക്കുന്നു, റീലുകൾ അഭിനയിച്ചിടുന്നു. നമ്മുടെ കേരളീയരെ സംബന്ധിച്ചിടത്തോളം നല്ലത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അംഗീകരിക്കും. നല്ലതാണെങ്കിലേ നമ്മൾ അംഗീകരിക്കത്തുള്ളൂ. നല്ല പെർഫെക്ഷനോട് കൂടിയിട്ട് ചെയ്ത കാര്യങ്ങൾ മാത്രമേ നമ്മൾ അംഗീകരിക്കത്തുള്ളൂ. അതിപ്പോൾ അഭിനയമായിക്കോട്ടെ, മറ്റേത് കലയായിക്കോട്ടെ, നല്ല പെർഫെക്റ്റ് ആയിട്ട് സ്റ്റേജിലാണെങ്കിലും ക്യാമറയ്ക്ക് മുമ്പിലാണെങ്കിലും വന്ന് നിന്ന് അഭിനയിക്കുന്നവരെ മാത്രമേ നമ്മൾ അംഗീകരിക്കത്തുള്ളൂ. കാരണം നമ്മൾ നല്ല കഴിവുള്ള, നല്ല രീതിയിൽ അഭിനയിക്കുന്ന കലാകാരന്മാരെ കണ്ട് വളർന്ന് ആ ഒരു കലാകാരന്മാരുടെയൊക്കെ അഭിനയവും കലയും ഒക്കെ ആസ്വദിച്ച് മുന്നോട്ട് വന്നവരാണ് കേരളീയര്. അപ്പൊ കേരളീയരെ സംബന്ധിച്ചിടത്തോളം അഭിനയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ക്യാമറയ്ക്ക് മുമ്പിൽ വന്ന് കോപ്രായം കാണിച്ചു കഴിഞ്ഞാൽ, കോക്രി കാണിച്ചു കഴിഞ്ഞാൽ അതിനെ അംഗീകരിക്കത്തില്ല. അപ്പൊ രേണുസുധി ഒരു ആൽബത്തിൽ അഭിനയിക്കുമ്പോൾ അത് നെഗറ്റീവ് പറയുന്നു ആൾക്കാർ. എന്തുകൊണ്ടാണ്? ആ ആൽബത്തിലുള്ള അഭിനയമായിട്ട് തോന്നിയിട്ടില്ല. അതിനെ കോക്രി ആയിട്ടാണ് പല ആൾക്കാർക്കും തോന്നുന്നത്. അഭിനയത്തെ അല്ലെങ്കിൽ കലയെ കൊലയാക്കുന്ന ഒരു പരിപാടിയാണ് രേണുസുധി കാണിക്കുന്നു എന്നാണ് എല്ലാവർക്കും തോന്നുന്നത്. അപ്പോൾ അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ ആൾക്കാർ എന്ത് പറയും? ആൾക്കാർ നെഗറ്റീവ് പറയും. ആൾക്കാർ ഈ പെണ്ണിന് വേറെ പണിയൊന്നുമില്ലേ, അറിയാത്ത പണി എന്തിനാണ് ചെയ്യുന്നത് എന്ന് പറയും. ആൽബത്തിലാണെങ്കിലും ഷോർട്ട് ഫിലിമിലാണെങ്കിലും അഭിനയിക്കാൻ അറിയാവുന്നവരെ മാത്രമേ ആൾക്കാർ അംഗീകരിക്കത്തുള്ളൂ. മാത്രമല്ല, രേണുസുധിയുടെ തന്നെ ഇപ്പൊ ഇറങ്ങുന്ന 1-2 ആൽബങ്ങളിൽ രേണുസുധി അത്യാവശ്യം നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട്. അതായത് ഇംപ്രൂവ്മെന്റ് ഉണ്ട്. ആദ്യമുള്ള രേണുസുധിയിൽ നിന്ന് ഇപ്പോഴേക്ക് വരുമ്പോൾ ഇംപ്രൂവ്മെന്റ് ഉണ്ട്. ആ ഇംപ്രൂവ്മെന്റ് കൃത്യമായിട്ട് പ്രേക്ഷകർ നോട്ട് ചെയ്യുന്നുണ്ട്. അതിന്റെയൊക്കെ അടിയിൽ കമന്റ്സുകൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും, നേരത്തെക്കാട്ടിൽ കുറച്ചും കൂടെ നന്നായിട്ട് രേണു ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇംപ്രൂവ്മെന്റ് ഉള്ളപ്പോൾ ആൾക്കാർ അംഗീകരിക്കുന്നുണ്ട്. നന്നായിട്ട് ചെയ്യുമ്പോൾ ആൾക്കാർ അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ നന്നായിട്ടല്ല ചെയ്യുന്നത് എന്ന് തോന്നിക്കഴിഞ്ഞാൽ, കോക്രി കാണിക്കുന്നതാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആൾക്കാർ നെഗറ്റീവ് പറയും. പിന്നെ റീലുകളായിട്ട് ഓരോ കോപ്രായം കാണിക്കുന്നത് കാണുമ്പോഴും ആൾക്കാർ അങ്ങനെ പറയും. നിങ്ങളുടെ ഇഷ്ടമാണ്, പക്ഷെ പ്രേക്ഷകർ അതിനെ എങ്ങനെ പെർസീവ് ചെയ്യുന്നു എന്നത് പോലെ ഇരിക്കും. ആ ഫസ്റ്റ് പറയുന്ന ആ ഒരു റീലുണ്ടല്ലോ, മറ്റേ ദാസേട്ടൻ കോഴിക്കോടുമായിട്ട് ആ ഒരു ബീച്ചിൽ പോയി ചെയ്ത ആ ഒരു റീല്, ചാന്തുപൊട്ടിലെ ആ പാട്ട് വെച്ചിട്ട്, ആ റീലിൽ നിന്നാണ് എല്ലാത്തിനും തുടക്കം. ആ റീലിൽ നിന്നാണ് ഇവർക്ക് മനസ്സിലായത് നെഗറ്റീവ് പബ്ലിസിറ്റി കിട്ടും, ആ നെഗറ്റീവ് പബ്ലിസിറ്റി നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാം, വൈറലാകാൻ സാധിക്കും. ഇൻസ്റ്റാഗ്രാമിലൊക്കെ മില്യൺസ് ഓഫ് വ്യൂസ് ആണ്. ഈ മില്യൺസ് ഓഫ് വ്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ നെഗറ്റീവായിട്ട് കിട്ടുന്ന വ്യൂസ് ആണെങ്കിലും അവർക്ക് ബെനിഫിറ്റ് അല്ലേ? അപ്പൊ ആ ബെനിഫിറ്റ് രേണുസുധി യൂട്ടിലൈസ് ചെയ്യാൻ തുടങ്ങി. ആ ബെനിഫിറ്റിനെ ഇങ്ങനെ കത്തിച്ച് ഇപ്പൊ രേണുസുധിയുടെ ഗ്രാഫ് ഇംപ്രൂവ് ചെയ്തു. അപ്പൊ ഇതിനെല്ലാം തുടക്കം ഇട്ടതും എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നതും രേണുസുധി തന്നെയാണ്. രേണുസുധി കൊടുക്കുന്ന ഇൻപുട്ടാണ് ഇപ്പൊ ഔട്ട്പുട്ടായിട്ട് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രേണുസുധിയുടെ മകൻ, കൊല്ലസുധിയുടെ മകൻ കിച്ചു ഒരു Q&A വീഡിയോ ചെയ്തിരുന്നു. ഈ വീഡിയോയ്ക്കകത്ത് ഇപ്പോൾ കൊല്ലസുധിക്ക് നേരെ വന്നിട്ടുള്ള ആരോപണങ്ങളുണ്ടല്ലോ, സെക്കൻഡ് വൈഫാണ് എന്ന് പറഞ്ഞു വന്ന ആ ഒരു വ്യക്തി നടത്തിയ ആരോപണം, അതിനെ പറ്റിയിട്ട് ഒരു വ്യക്തി ചോദ്യം ചോദിക്കുന്നുണ്ട്. ആ മകൻ എത്ര ക്ലിയർ ആയിട്ടാണ് ആൻസർ പറയുന്നതെന്ന് അറിയാമോ? നേരെ മറിച്ച് ഇത് രേണുവിനോടാണ് പറയുന്നതെങ്കിലോ രേണു 100 വിവാദങ്ങളാക്കും. 100 വിവാദങ്ങളാക്കുന്ന രീതിയിലുള്ള ആൻസർ ആയിരിക്കും പറയുന്നത്. പക്ഷേ രേണുവിന്റെ പകുതി പ്രായമുള്ള ആ കുട്ടി പറയുന്ന ആൻസർ നിങ്ങളൊന്ന് കേട്ടു നോക്കുക. അവൻ 20 വയസ്സേ ഉള്ളൂ. ആ ആൻസർ നിങ്ങൾ കേട്ടിട്ട് ബാക്കി നമുക്ക് സംസാരിക്കാം. സുധിച്ചേട്ടനെ കുറച്ച് ന്യൂസ് വരുന്നുണ്ട്. അതിനോട് കിച്ചു എന്താണ് പറയാനുള്ളത്? ഒന്നും കണ്ട് തളരരുത്, മുന്നോട്ട് തന്നെ പോകും.
അച്ഛൻ്റെ കുറേ ന്യൂസ് എല്ലാവരും ഇപ്പോൾ കേട്ട് കാണും. എനിക്കറിയാനുള്ളത് എനിക്കറിയാം എൻ്റെ അച്ഛനെ, പിന്നെ അച്ഛൻ അറിയാവുന്നവർക്ക് അറിയാം അച്ഛനെ. അത്രേ ഉള്ളൂ. എനിക്കിപ്പം ആ ഒരു ഇൻ്റർവ്യൂ വീണ്ടും ഇനി കുത്തിപ്പൊക്കി ഒരു സംഭവമാക്കണമെന്ന് എനിക്കില്ല. ഞാൻ എന്നാണ് വെച്ചാൽ അതുപോലെ പോട്ട് പറയാനുള്ളവർ പറയട്ടെ. അതെ അറിയാലോ ആരാന്ന്. ആ എല്ലാവർക്കും അറിയാം. പുള്ളി പുള്ളി അറിയാം. പുള്ളി അങ്ങനെ ആയിരുന്നു എല്ലാവർക്കും അറിയാം. കേട്ടില്ലേ? ക്ലിയർ ആയിട്ട് വലിയ വിവാദങ്ങളൊന്നും ഉണ്ടാക്കാത്ത രീതിയിൽ ആൻസർ പറഞ്ഞു അവസാനിപ്പിച്ചു. എൻ്റെ അച്ഛനെ എനിക്കറിയാം, ബാക്കി കാര്യങ്ങളൊന്നും ഞാൻ അന്വേഷിക്കുന്നില്ല. എൻ്റെ അച്ഛനെ എൻ്റെ അച്ഛൻ്റെ സഹപ്രവർത്തകർക്കും അറിയാം, അച്ഛനെ അറിയാവുന്നവർക്കും അറിയാം. കൂടുതലായിട്ട് ഞാനത് വിവാദമാക്കുന്നില്ല. കഴിഞ്ഞു. ഈ പയ്യന് വേണമെന്നുണ്ടെങ്കിൽ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് വന്നിരുന്ന് എൻ്റെ അച്ഛനെ കുറിച്ച് അങ്ങനെ പറഞ്ഞു, അതാണ് ഇതാണ് മറ്റേതാണ് മറിച്ചതാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വിഷയം കോംപ്ലിക്കേറ്റഡ് ആക്കാമായിരുന്നു. വേണമെങ്കിൽ വന്നിരുന്ന് കരയാമായിരുന്നു. കരഞ്ഞ് പിഴിച്ച് വലിയ രീതിയിലുള്ള വ്യൂസ് കിട്ടുകേനെ, കുറച്ചും കൂടി അറ്റൻഷൻ ആ കുട്ടിയുടെ ചാനലിലേക്ക് കിട്ടിയേനെ. കിച്ചു എന്ന് പറയുന്ന ഈ ചെറുക്കൻ്റെ ചാനലിലേക്ക് കുറച്ചും കൂടി അറ്റൻഷൻ കിട്ടിയേനെ, കുറച്ചും കൂടി സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിയേനെ. പിന്നെ കുറച്ചും കൂടി ഇന്റർവ്യൂവിന് പോവാം. ഇപ്പൊ ഇന്റർവ്യൂവിനൊക്കെ വിളിച്ചു കാണും. ഇപ്പൊ അതും പറഞ്ഞുകൊണ്ട് അവൻ പോയിട്ട് ഇന്റർവ്യൂവിന് പോയി 100 ഇന്റർവ്യൂ കൊടുത്തു കഴിഞ്ഞാൽ അവന് വേണമെങ്കിൽ കുറച്ചും കൂടി പബ്ലിസിറ്റി കിട്ടും, ഈ വിഷയം ഊതിപ്പെരിപ്പിക്കാൻ വേണ്ടി സാധിക്കും. പക്ഷേ അവനറിയാം അവൻ്റെ അച്ഛൻ്റെ കാര്യമാണ്, അതിനെ കൂടുതൽ ഊതിപ്പെരിപ്പിക്കേണ്ട കാര്യമില്ല. കഴിഞ്ഞു. ഇതാണ് മെച്യൂർ ആയിട്ടുള്ള ഒരു വ്യക്തി തരുന്ന റിപ്ലൈ. നേരെ മറിച്ച് ഈ സ്ഥാനത്ത് രേണുവായിരുന്നുണ്ടെങ്കിലോ കരഞ്ഞ് വിളിച്ച് കൂവി അനാവശ്യമായിട്ടുള്ള കാര്യം പറഞ്ഞ് ആ കാര്യം പറഞ്ഞ് ഈ കാര്യം പറഞ്ഞ് ഒരു 100 ഇന്റർവ്യൂ കൊടുത്തേനെ. ഇത്രേ ഉള്ളൂ ആൻസർ. രേണുവിനെ എന്തുകൊണ്ടാണ് എല്ലാവരും നെഗറ്റീവായിട്ട് ചിത്രീകരിക്കുന്നത് എന്നുള്ളതിന് ഒരേ ഒരു ഉദാഹരണമേ ഉള്ളൂ, ഒരേ ഒരു കമ്പാരിസണേ എനിക്ക് നടത്താനുള്ളൂ. ഈ 2 കമ്പാരിസൺ, ഇവരെ രണ്ടുപേരെ വെച്ച് നോക്കാം. ഒന്ന് കൊല്ലസുധിയുടെ മകൻ, ഒന്ന് കൊല്ലസുധിയുടെ ഭാര്യ. രണ്ടുപേരും റിയാക്ട് ചെയ്ത രീതി എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങളൊന്ന് കമ്പയർ ചെയ്താൽ തന്നെ ആൻസർ കിട്ടും. ഇത്രയേ പറയാനുള്ളൂ. എന്ത് മെച്യൂറായിട്ടാണ് റിപ്ലൈ തരുന്നത്. 20 വയസ്സേ ഉള്ളൂ. അവന്റെ ജീവിതത്തിൽ നിന്ന് അവൻ പഠിച്ച കാര്യങ്ങളാണത്. ഇങ്ങനെ വന്നിരുന്ന് കുറേ വൈറലായി വിവാദമായി. ഇനിയിപ്പോൾ വേറൊരു രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഞാൻ ഇരന്നു വാങ്ങിയാണ് ഡ്രസ്സ് ഇടുന്നത്. അതിന് തമ്മിൽ തന്നെ കണ്ടാൽ നിങ്ങൾക്ക് അറിയാം. ഞാൻ ഇരന്നു വാങ്ങിയാണ് ഡ്രസ്സ് ഇടുന്നത്, എൻ്റെ കയ്യിൽ വലിയ പൈസയില്ല. ഈ ഒരു മാസത്തിനിടയിൽ എത്ര ഇന്റർവ്യൂ ചെയ്തു? ഒരു 100 ഇന്റർവ്യൂ ചെയ്തു കാണും. 100 അല്ലെങ്കിലേ ഉള്ളൂ. അപ്പൊ ഈ ഇന്റർവ്യൂവിൽ നിന്നൊന്നും പൈസ കിട്ടുന്നില്ലേ? എത്ര ആൽബം ചെയ്തു? എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു? അപ്പോൾ ഇത് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് രേണുസുധി ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ജീവിക്കാൻ വേണ്ടിയിട്ടാണ്, കുട്ടിയെ വളർത്താൻ വേണ്ടിയിട്ടാണ് എന്ന് രേണുസുധി പറയുന്നു. അപ്പോ ജീവിക്കാൻ വേണ്ടിയിട്ട് പോലും പൈസ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ പരിപാടി എന്തിനാ ചെയ്തുകൊണ്ട് പോകുന്നത്? പാഷൻ ആണെന്ന് പറയാം. പാഷൻ ഉരുട്ടി തിന്നു കഴിഞ്ഞാൽ നമുക്ക് വരുമാനം കിട്ടുമോ? ഇല്ല. അപ്പൊ രേണുസുധി തന്നെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതെന്റെ പാഷനാണ്, ഇത് ജീവിക്കാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിലേക്ക് ഇറങ്ങി ഒരുപാട് നെഗറ്റീവ് പബ്ലിസിറ്റി ക്രിയേറ്റ് ചെയ്ത് ആവശ്യമില്ലാത്തതും അനാവശ്യമായിട്ടുള്ള വിവാദങ്ങൾ സൃഷ്ടിച്ച് ഇന്റർവ്യൂവും കൊടുത്ത് അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്തിട്ട് ഇപ്പൊ ബാക്കിയുള്ളവരെ പറയുവാണ്. രേണുസുധിയെ വിമർശിക്കുന്നവർക്കാണ് ഇപ്പൊ കുറ്റം. വിമർശിക്കുന്നവരുള്ളത് കൊണ്ടാണ് ഇപ്പൊ രേണുസുധി ഇങ്ങനെ നിലനിന്ന് പോകുന്നത് എന്ന് രേണുസുധി മനസ്സിലാക്കുക. അതാണ് യാഥാർത്ഥ്യം. ഇത്രയും ആൾക്കാരെ വിമർശിക്കാൻ ഉണ്ടായത് കൊണ്ടാണ് അത് രേണുസുധിക്ക് ശരിക്കും പോസിറ്റീവായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. നെഗറ്റീവായിട്ടല്ല രേണുസുധി അത് അഫക്ട് ചെയ്തിരിക്കുന്നത്, പോസിറ്റീവായിട്ടാണ്. മറ്റ് പല സ്ഥലങ്ങളിലും ഉണ്ടല്ലോ, ഇപ്പം മറ്റ് പല കൺട്രീസിലും ഒക്കെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ തിളങ്ങി നിൽക്കുന്ന ആൾക്കാർക്ക് നെഗറ്റീവായിട്ട് എന്തെങ്കിലും പബ്ലിസിറ്റി കിട്ടിക്കഴിഞ്ഞാൽ അത് അവരെ നെഗറ്റീവായിട്ട് തന്നെ അഫക്റ്റ് ചെയ്യും. അവർക്ക് വ്യൂസ് കുറയും, അവർക്ക് അത് കുറയും ഇത് കുറയും. പക്ഷേ ഇവിടെ മാത്രം അങ്ങനെയല്ല. ഇവിടെ നെഗറ്റീവായിട്ടുള്ള പബ്ലിസിറ്റി കിട്ടുന്നുണ്ടെങ്കിൽ അത് പോസിറ്റീവായിട്ടാണ് അഫക്റ്റ് ചെയ്യുന്നത്. അവർക്ക് പിന്നെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കിട്ടും, ഒത്തിരി കാര്യങ്ങളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവസരം കിട്ടും. അങ്ങനെ അവരിപ്പോൾ അങ്ങ് മുകളിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഇപ്പം നമ്മുടെ നാട്ടിൽ കഴിവിനൊന്നും ഒരു സ്ഥാനവും ഇല്ല. പോസിറ്റീവായിട്ട് ചെയ്യുന്ന കാര്യത്തിനൊന്നും ഒരു സ്ഥാനവും ഇല്ല. നെഗറ്റീവ് ആര് ചെയ്യുന്നോ, കോപ്രായം ആര് കാണിക്കുന്നോ, കഴിവില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്ന് പേക്കൂത്ത് ആര് കാണിക്കുന്നോ അവർക്ക് മാത്രമേ ഉള്ളൂ സ്ഥാനം. അത് രേണുസുധിക്ക് അറിയാം. ആ ഒരു കാര്യത്തിലാണ് രേണുസുധി പിടിച്ചേക്കുന്നത്.